ഗൈസ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇപ്പോൾ നമ്മളുള്ളത് ദുബായിലെ ഡ്രാഗൺ മാർട്ടിലാണ്. അടുത്തത് മോഡേൺ സെല്ലി. അത് സംഭവം അത് നല്ലൊരു ആവശ്യം. അതൊന്ന് വാങ്ങിക്കോളി. മസാജർ അല്ലേ? അതിന് വെറൈറ്റി കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇത് 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 സെറ്റാട്ടോ, ഇത് സെറ്റാ മസാജിങ്ങിൻ്റെ. ഇത് അടിപൊളിയാ. അത് അല്ല ഷാജാനെ, ഇത് ആക്കാൻ ആളെ വേണ്ട. ഇത് ഇതല്ല, ഇത് ബെഡിൽ വെച്ചാ പോരെ. ഇതിന് മുകളിൽ അങ്ങനെ നീയാളോട് നീങ്ങിയാ പോരെ. ഇത് എന്തൊരു ഷാജ. ഫോർ ഫുഡ്. ഇറ്റ്സ് ഫോർ ഫുഡ്. അതിപ്പോ നമ്മക്ക് ഓടിയാക്കി ഇവിടെ ഇപ്പത്തെ ഫൂട്ട് എന്ന് പറയാന്. നമ്മക്ക് ഓടിയാക്കാം, അതിന്റെ സ്ഥലമൊന്നുമില്ല. എത്ര വില? 5 രൂപ 5 രൂപ കിട്ടും വെച്ചിരിക്കാം. അല്ല 5 റംസാന് വാങ്ങിക്കൂടെ? അല്ല 5 റംസാൻ ഇട്ട് വെക്ക്. കേട്ടുണ്ടാവും. നട വെച്ചടാ. 30 റംസാണ് ഗൈസ്. ഇത് കിട്ടിയൊരു ഉപകാര ചിഹ്നം. എന്തൊരു 10 പരത്ത. അത് വയറിനല്ല. എവിടെ ചെന്നാലും ലൈറ്റിൻ്റെ ഷോപ്പാട്ടോ. ഇപ്പോൾ കാണുന്നത് ലൈറ്റിൻ്റെ ഷോപ്പ് തന്നെയാണ്. പിന്നെ നമ്മളെ ഈ വീഡിയോ എന്ന് പറഞ്ഞത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോ ഞാനിവിടെ മുകളിൽ ടാഗ് ചെയ്യുക. അവിടെ പോയിട്ട് ഫസ്റ്റ് പാർട്ട് കാണാത്തവർ കാണുക. അതിലും ഒരുപാട് ഷോപ്പുകളും നമ്മളെ ഷോപ്പിങ്ങിനിടയിലെ കുറേ തമാശകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ഉണ്ട്. അത് കാണാത്തവർ അതും കൂടെ പോയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോക്ക് പോവാം. ഇത് വെച്ചാൽ എന്താ പറയുക രാജാനെ, ആദ്യമുള്ള പോലെ പൊലിച്ചേണ്ടി വരും. എന്താ പ്രശ്നം? ചിന്നു പറഞ്ഞു ചിന്നെ പോകുന്ന ക്യാമറ കണ്ടപ്പോ മുങ്ങിട്ടോ. ഇതടുത്ത വെറൈറ്റി സൈറ്റുകൾ കേട്ടോ. എന്തോരം ലൈറ്റുകൾ നോക്കിയാ ചേച്ചി. ഇതൊക്കെ ഏതൊക്കെ സാധനങ്ങൾ. ഇതൊക്കെ നോക്കി ഷാജാൻ, ഇതൊക്കെ നോക്കിയ ഏതാ ലൈറ്റുകള് മോനെ. ഡ്രസ്സിന്റെ ഇരുത്തിന്. കാലിന് വേദനക്ക് പോയാവോ? കാല് വേദന ഒന്നും ഇല്ലല്ലോ ആജി ഇപ്പോ? കാലുവേദന മാറിയില്ലേ? ഇനി അടുത്ത സെക്ഷൻ കുട്ടികളുടെ ഡ്രസ്സ് ഇട്ടോ, ന്യൂ അറൈവൽ. അല്ല ഇവിടെ റേറ്റ് കൂടുതലാണ്. 15-16 റുപ്യൊക്കെ റേറ്റ് നോക്കി. ഇതിന് ഡ്രസ്സ് 5 റംസ് ഉണ്ടാല് 15 റംസ് കേട്ടോ ഇതിന്. ഇതൊക്കെ റേറ്റ് കൂടുതലാണ് പൊതുവെ. കുറേ ഡ്രസ്സുകൾ ഉണ്ട്. അതല്ലോ ഒന്ന് എടുക്കുന്നവർക്ക് അങ്ങനെ തിരഞ്ഞെടുക്കാം. ഇങ്ങനത്തെ എത്ര ഷോപ്പാണ് മോനെ. ഇതിലെന്താ വെച്ചാൽ 6000 ഷോപ്പുകളുണ്ടല്ലോ ഇതിൽ ഗൈസ്. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇവിടെ കുറേ ഷോപ്പുകൾ നമ്മൾ കയറിട്ടോ. ഇനിയും എത്ര ഷോപ്പുകളും എല്ലാ ഷോപ്പും ഒരേപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. എത്രങ്ങാനും ഷോപ്പുണ്ടല്ലോ, ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇതൊക്കെ നോക്കി ബാക്കിലുള്ളത് വീണ്ടും ലൈറ്റിൻ്റെ ഷോപ്പ്. എത്രങ്ങാനും ഷോപ്പാരോ, ഇഷ്ടം പോലെ ലൈറ്റിൻ്റെ ഷോപ്പ്, ഡ്രസ്സിൻ്റെ ഷോപ്പ്, മൊബൈൽ ആക്സറീസ്, എന്ത് സാധനം വേണോ A to Z സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഒന്നിന് പുറത്ത് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ മൊത്തം സാധനം വാങ്ങിയിട്ട് നമുക്ക് ഇവിടുന്ന് പോകാം. ഒരു ഫോൺ കിട്ടും, ഫേവറേറ്റ് ഫോൺ കാണിച്ചാൽ അതിനെ കാണിച്ചാൽ 2 സിം ഇടാൻ പറ്റും. ഡബിൾ സിം ഇടാൻ പറ്റിയ ഫോണ് നോക്കി. ഫുൾ വർക്കിംഗ് ക്യാമറ. iPhone 16 Pro Max ആണ്. ഇടയ്ക്ക് ക്യാമറ നോക്കി ക്ലിയറൻസ് അടിച്ച ഒരു ഫോട്ടോ എടുത്താ യാ മോനെ, ഏത് ക്ലിയർ നോക്കി. ഫുൾ വർക്കിംഗ് അല്ലേ? ഫുൾ വർക്കിംഗ് കണ്ടീഷൻ. ഡബിൾ സിം ഇടാൻ പറ്റി, കൈമ പിടിക്കാൻ പറ്റിയ സാധനം നോക്കി. അതിന്റെ വേറെ കളറിലാണ്. ആകെ ഒരു വിരലിൻ്റെ വലിപ്പമുള്ളൂ അല്ലേ. ടെക്നോളജിയാ. ഞാൻ പ്രിൻസ് എടുത്ത് പ്രിൻസ് ആൻഡ് ഫാമിലി എത്തിന് ഗൈസ്. അപ്പോൾ ഒന്ന് വമ്പ ഷോപ്പിംഗ് ആണ് നടക്കാൻ പോണത്. വമ്പ ഷോപ്പിംഗ്. ടീംസ് എത്തി. ടുട്ടുന് ടോയ് വേണമെന്ന് പറഞ്ഞേ. അവിടെ വന്ന് കരയാണ്, ഫുൾ ടോയ് ആണ് പറഞ്ഞിട്ട്. ടുട്ടു ഞാൻ അസബൈ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. അസാ ഹായ് പറഞ്ഞ. വിശക്കുണ്ട് എനിക്ക്, വിശക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കയറി കേട്ടോ. നേരെ മുകളിൽ തന്നെ ഫുഡ് കോർട്ട് ഇട്ടിട്ടുണ്ട്. അവിടെ എന്താ ഉള്ളത് പോയി നോക്കട്ടെ, എന്താ കഴിക്കാൻ പറ്റി. നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ആദ്യം ടീംസ് വരുന്നുണ്ട് ഗൈസ്. എല്ലാം നോക്കി തന്നെ വരികയാണ് എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന്. ചിന്നുവിനെ ആകെ പേടി എന്താ പറയുക, എനിക്ക് ഞാൻ ക്യാമറ ഫുള്ള് റെക്കോർഡ് അവളെ വർത്താനൊക്കെ കിട്ടുമെന്നുള്ളൊരു പേടിയിൽ അവിടെ ഉള്ളത്.
അജയ് ഫോണ് കവറായിട്ട് അവിടെ നോട്ടെ കണ്ടില്ല ഏത് കവറ് മോനല്ലേ മുതലായി. എന്താ വിശക്കണ എന്താ വേണ്ടേ ഇവിടെ പറഞ്ഞു. ആ ജ്യൂസ് ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമുക്ക് നോക്കാം. ഈ ജ്യൂസാണല്ലോ വേണ്ടത്. ഈ ജ്യൂസ് ഇതാ വേണ്ടത്. ആ ഓക്കെ. ആ ജ്യൂസ് ഇവിടെ ഉണ്ടോ നോക്കാം. അത് ഫോട്ടോത്തിലുള്ളൂ എന്നാണ് തോന്നുന്നത്. എത്തിന് കേട്ടോ നാടനെത്തിന് അറബിയാൻറ്റി. നാടൻ ആൻഡ് അറബിയാൻറ്റി എത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചായ കുടി കഴിച്ചിട്ടോ. ഇതാരോ ഒപ്പം നോക്കിയേ മിസ്റ്റർ നാടാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഷാജാനെ മുടി നട്ടി സൈഡ് നോക്കി. ഏതാ അത്? ഇത് നെയ്മർ അത് ഇവിടുത്തെ ഫുള്ള് ആർട്ടിഫിഷ്യൽ ചെടികളാണ്. ഓക്കെ, ഫുള്ള് ആർട്ടിഫിഷ്യൽ ചെടികൾ. മോനെ ഏതൊക്കെ ചെടി എനിക്ക് സൂപ്പർ സാധനം. ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഐറ്റംസ് ആട്ടോ. ഫുൾ ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ. ഏത് ഡിസൈന് മോനെ. ഇതൊക്കെ എന്താ മെറ്റീരിയലാണ്. അടിപൊളി ഫ്ലവർ വേസ്, വലിയ ഫ്ലവർ വേസ്, ഗോൾഡൻ കളറ്. ഏത് കളറിൽ വേണമെങ്കിലും ഏത് സാധനങ്ങൾ എല്ലാം സെറ്റാണ് ഗൈസ്. ഇതിൻ്റെ ലോഗാണ് ഇവിടെ. ജിമ്മിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഫുള്ള് ജിം എക്യുപ്മെൻറ്റ്സ് ഒക്കെ. എല്ലാത്തിനും അതിൻ്റെ ഷോപ്പുകളുണ്ട്. ഇവിടെ വന്ന സാധനം മേടിക്കാം. നാടന് പെണ്ണുങ്ങൾ വമ്പ ഷോപ്പിംഗ് നടത്തുന്നുണ്ട് കേട്ടോ. ഒക്കെ അത് ഇഷ്ടപ്പെട്ടു നോക്കിച്ചോ. ഇഷ്ടപ്പെട്ട ബാഗ് എടുക്ക്. അറബിയൻ്റെ ബാഗ്. ഫെഡിൻ്റെ ബാഗ് വേണ്ടി ആ കാസർഗോഡ് ടീമിനോട് ചോദിച്ചാൽ പോരെ അല്ലേ? കാസർഗോഡും പഞ്ചാബും രസമില്ല രസമില്ലല്ലോ. ഏതായാലും ഡ്രസ്സ് ഇവിടെ കുറേ ഉണ്ട്. ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ട് ഗൈസ്. ലേഡീസിൻ്റെ തന്നെ മെയിൻ. ഇവിടെ ഒന്നും വലിയ തിരക്കില്ല, ആളില്ല. പക്ഷെ നല്ല റേറ്റാണ്. ഇത് കൊണ്ട് കോട്ട് പോലത്തെ സാധനത്തിൻ്റെ വിലയ്ക്ക് 350 ഉറുപ്പ്യക്കുള്ള വകുപ്പൊന്നുമില്ല. ഭയങ്കര റേറ്റാണല്ലോ ഗൈസ്. ഇതൊക്കെ 75 റംസുള്ള വകുപ്പില്ലല്ലോ ഗൈസ്. വെറുതെ അങ്ങനെ നോക്കാം. നമ്മൾ ടുട്ടു ഇവിടെ ഉണ്ട് കേട്ടോ. ടുട്ടുവിന് എന്താ പണി പോയി നോക്കാം. ടുട്ടു ട്രക്കിൻ്റെ ആളാണ്. ഓനിവിടെ ട്രക്ക് ഏതോ കിട്ടീന്. ടുട്ടു എന്താ പറഞ്ഞേ? ഐസ്ക്രീം ട്രക്ക് അത്? ഓഹോ, ടുട്ടുവിന് ഇഷ്ടമായോ? ടുട്ടുവിന് ട്രക്കാണ് ഇഷ്ടം. ഒരു ഐസ്ക്രീം തരുമോ? ഒരു ഐസ്ക്രീം വാങ്ങിച്ചാ പൈസ മാമ തിന്നട്ടെ. ഒരു ഐസ്ക്രീം ഉണ്ടാ ഒരു ഐസ്ക്രീം എടുക്കുക. നല്ല രസമുണ്ടല്ലോ. നല്ല രസമുള്ള ഐസ്ക്രീം. ഏത് ഐസ്ക്രീം? സ്ട്രോബെറി ഐസ്ക്രീമാ? ഇത് സ്ട്രോബെറി ഐസ്ക്രീം അവിടെ ഉള്ള വണ്ടിയിലല്ലേ. ബാഗുകൾ കേട്ടോ, ഫുള്ള് ബാഗിൻ്റെ സെക്ഷൻ. എത്ര ബാഗുള്ള തരാം. ഒരു ബാഗിൻ്റെ സെക്ഷൻ മാത്രം വീഡിയോ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു 2 ദിവസം വീഡിയോ ചെയ്യേണ്ടി. അതിനാത്രം ബാഗുകളുണ്ട്. അടുത്ത ബാഗിൻ്റെ ഒക്കെ 50% ഡിസ്കൗണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താണെന്നറിയില്ല. ഇനി അടുത്ത ഷോളുകൾ മറ്റേ ടൈപ്പ് ബാഗുകളതാ. നമുക്ക്
എന്താ ഷോളോ ഏ ആ ജേസി ഷോൾട്ടില്ലേ എത്ര പ്രൈസ് എത്ര 13 മാസം അത് തുറന്ന് വെച്ചാൽ ലോക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും എന്നുവെച്ചാൽ അതിൻ്റെ ലോക്കില്ല അവിടെ അങ്ങനെ ചോദിച്ചേക്കുന്ന ഒൽക്കിടാൻ കഴിയും ഒൽക്കിടാ ഇതിങ്ങനെ നോക്കിയെടുത്ത് എങ്ങനെ എടുക്കാനില്ല ഗൈസ് അവിടെ നോക്കിയേച്ചി കിച്ചണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചെന്ന് കണ്ടോ കേട്ടോ അടിപൊളി ചിന്നു ഇഷ്ടപ്പെട്ട കിച്ചണ് ചിന്നു ചിന്നു എന്താ രസല്ലേ അടിപൊളി കിച്ചൻ്റെ സെറ്റ് അടുത്ത കിച്ചൺ ഇതും വേറെ കിച്ചൻ്റെ സെറ്റ് തന്നെയാണ് അത് ടേബിള് ഭക്ഷണമൊക്കെ ടേബിളല്ലേ കിച്ചൻ്റെ സെറ്റ് ഇതിൻ്റെ വില എന്ന് പറഞ്ഞത് ഇതിന് മാത്രം 99 ദിർഹംസ് കേട്ടോ കട്ടിംഗ് ബോർഡ് തന്നെ ആജി കട്ടിംഗ് ബോർഡ് പറഞ്ഞേച്ചി പറഞ്ഞ വെച്ച് റൗണ്ട് അല്ലാന്നുള്ളൂ ആജി പൊയ്ക്ക് അവിടുന്ന് വേഗം പോരുന്ന ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഓഹ് ബെഡ്റൂം സെറ്റാക്കി വെച്ചൊക്കെ മോനെ ഫുൾ സെറ്റ് ഇത് ഫുൾ ഓപ്പൺ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് രാഗമ്പാട്ട് നേരെ പോകുന്ന റെസ്റ്റോറൻറ്റ് കേട്ടോ ഗൈസ് ഇതാണ് കേട്ടോ അഗതി റെസ്റ്റോറൻറ്റ് ഫ്രണ്ട് സൈഡ് നമ്മൾ വന്ന് കയറിയത് ബാക്ക് സൈഡിലൂടെയാണ് അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരുന്നത് രാഗമ്പാട്ട് തൊട്ട് ബാക്ക് തന്നെ അതിൻ്റെ നെസ്റ്റോൺ എടുത്തിട്ടുണ്ട് നെസ്റ്റോൺ എടുത്തിട്ട് അഗതി റെസ്റ്റോറൻറ്റിലാട്ടോ വന്നത് നമ്മൾ നല്ല തിരക്കാണ് ഇവിടെ അതിലുള്ള സീറ്റൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ബാക്കിയുള്ള എത്താനുണ്ട് ഗൈസ് സൂപ്പെത്തി സ്റ്റാർട്ടറൊക്കെ എത്തി തുടങ്ങുകയാണ് ബാക്കി സാധനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നാടനുണ്ട് അറബിയാലി പ്രിൻസിൻ്റെ വൈഫ് ടുട്ടു പ്രിൻസ് ബബ്ല ചിന്നു നാച്ചി അജ്മാൻ ഡയറ്റോടെ ഞാൻ അടുത്തൊരു ദിവസം പ്ലാൻ ചെയ്യാം അല്ലേ എനിക്ക് താല്പര്യമില്ലാത്ത അജ്മാൻ ഡേറ്റോട് ഓർക്ക് നല്ല ഉത്സാഹമായിരുന്നു പക്ഷെ എനിക്ക് നല്ല ക്ഷീണം തട്ടിയാണ് താല്പര്യമില്ല ഞങ്ങൾ ടെൻഷൻ അടിച്ചിക്കേനി എവിടെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ഞങ്ങൾ എൻജോയ് ചെയ്തില്ല ഞങ്ങൾ എൻജോയ് ചെയ്തില്ല കാരണം പ്രിൻസ് ഒരാളെ കൂടെ പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പ്രിൻസ് ചെയ്യും റാഷിദ് കഴിഞ്ഞാൽ പിന്നെ പ്രിൻസാണ് നമ്മുടെ ഫുഡെത്തി കുട്ടികൾക്ക് നൂഡിൽസ് കപ്പ ബിരിയാണി ബീഫ് കറി ചട്ടി വെച്ച ബീഫ് കറി കേട്ടോ പൊറോട്ട ഗ്രിൽ ചിക്കൻ അതല്ല വേറെ കറി പറഞ്ഞില്ല എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാൻ അടുത്തുണ്ടായ തള്ളലാണ് കുക്കറിൽ തള്ളൽ തുടങ്ങി ഗൈസ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്വന്തം നടക്കാത്തതുകൊണ്ട് നെസ്റ്റോക്ക് കയറി കേട്ടോ അത് നേരെ റെസ്റ്റോറൻറ്റ് നേരെ മുകളിലെ നെസ്റ്റോണ് എൻ്റെ പൊന്നോ തിരക്കുന്നതാണ് അമ്മ തിരക്ക് ഭയങ്കര ഓഫർ കിട്ടണം ഇവിടെ നോക്കിയേ എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ഓഫർ ഇതാ 2 പീസ് ഷർട്ടിന് 15.99 കേട്ടോ 16 ദിർഹംസ് ഷർട്ട് നോക്കി ഞങ്ങൾ അടിപൊളി ഷർട്ടുകൾ ഇതാ ഇതിന് നാട്ടിലത്തെ അടിക്കൂലിൻ്റെ പൈസ ആയില്ലേ നിങ്ങൾ ആലോചിക്കുക ഇതിൻ്റെ പ്രൈസ് വൈറ്റ് ഷർട്ട് ഇതാ വേറെ എക്സി ഷർട്ടുകൾക്കെല്ലാം 2 15 കേട്ടോ മോനെ അതേപോലെ ബാഗുകൾ ഇതാ വുമൻസിൻ്റെ ബാഗ് ഈ ബാഗിന് 21 ദിർഹംസ് ഈ ബാഗിന് 13 ദിർഹംസുള്ളൂ ഈ ബാഗിന് ഏത് ബാഗ് നോക്കിയേ 13 ദിർഹംസിനാണ് ഈ ബാഗുള്ളത് സാധനം നോക്കണം കേട്ടോ അവൻ്റെ ഷാജാൻ്റെ വൈഫ് നാട്ടിലേക്ക് പോവാണ് ഓഫർ ഉണ്ട് ഷാജാനെ ഓഫർ 5 റുപ്യ അതുപോലെ 99 എഴുതിയിട്ട് 5 റുപ്യ ഉള്ളൂ അത് നമ്മുടെ അടുത്ത് നമുക്ക് ഗിഫ്റ്റ് ഇട്ട് 199 രൂപ സാധനം നമുക്ക് ഗിഫ്റ്റ് ഉണ്ട് മെഷീൻ കറണ്ടിൻ്റെ അത് ഏതാണെങ്കിൽ ഏത് നമ്മളെ റേഡിയോ ചാനലില്ലേ കൂട്ടിപ്പോയ ചാനൽ അതിന് സമ്മാനം കിട്ടിയതാണ് അമീറ ചാനൽ 199 റുപ്യക്ക് 199 റുപ്യൻ്റെ സാധനം നമുക്ക് ഗിഫ്റ്റ് കിട്ടി കറണ്ടിൻ്റെ ഇതെത്ര വില എത്ര ഇതിന് 15 റുപ്യ 10 റുപ്യേ പുഷ് ചോപ്പർ 10 റുപ്യ പുഷ് ചോപ്പർ 10 റുപ്യ ചങ്ങായി നാട്ടിൽ ഒന്ന് കൊണ്ടുപോയാൽ മുതലായില്ലേ അത് എടുക്കുക അതിൻ്റെ ഉള്ളിൽ ലോക്ക് ഉണ്ട് പിന്നെ എങ്ങനെയാ കറങ്ങുക
ലോക്കൽ ഈ സാധനത്തിൻ്റെ ഉള്ളിൽ ഇട്ട് ചെയ്യില്ല പൊട്ടാ. ബ്ലേഡ് മൂർച്ച മൂലടാ. അതൊന്നും പറയാൻ പറ്റില്ല. 10 രൂപയ്ക്കുള്ള ഇതെല്ലാം ഉണ്ടാവുള്ളൂ. അല്ല 10 രൂപയ്ക്ക് എനിക്ക് 10 രൂപയ്ക്ക് ഗോദ്രേജിന് പൂട്ടരെനിക്ക് സാധാരണ ഇതെടുത്തോ. എടുത്തോ ഒരു 2-3 എടുത്തോ. ഇത് കൊണ്ടുപോകാനല്ല എടുക്കണോ എന്തെങ്കിലും എടുക്കണോ അങ്ങനെ എന്നാ ഓക്കെ. ആടെ എടുക്കണ്ടോ? എടുത്തോ നോക്കണ്ട. ഐഷാത്ത് വർത്താനാടാ എടുത്താൻ അവിടെ തന്നെ വെക്കാന്ന്. അത് വ്യത്യാസം നോക്കിയാ ഇങ്ങോട്ടുണ്ട്. ഇവിടെ തിരക്ക് ചെയ്യാതെ ഇങ്ങോട്ട് വന്നാ ഇവിടെ ചോക്കാം. അവിടെ നിങ്ങൾ നോക്കട്ടെ. ഇത് സാധനം എടുക്കൽ നിർബന്ധ. പൊട്ടിച്ച് ആടെ എടുക്കുക എനിക്കറിയില്ല. ആടെ നോക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഇത് ഞാൻ പിടിച്ചോളാം. ടെസ്റ്റിങ്ങാ മറ്റേ 15 മറ്റേ 10 കളർ വ്യത്യാസം. സാറേ ബ്ലേഡ് ഇതിന്റെ 2 ഉള്ളൂ. അതിന് 4 എണ്ണം ഉണ്ട്. ഈ 2 ബ്ലേഡ് അല്ലേ ഉള്ളൂ. ഇതിനെ 10 ഇതേക്കാരം 10 ചോദിച്ചോക്കാണ്ട്. ഇത് 15 ഇതോ ഞാനെടുക്ക ഉറപ്പിച്ച്. ഏതാണ് എടുത്തേ? കളർ മാറ്റി കിളിപ്പച്ചല്ല അത് വേറെതല്ലേ തെളുക്കല്ലാത്ത. ഇത് കളർ ഇതിന്റെ ബാക്കിലൂടെ എഴുതിയുണ്ടോ? ഇതെടുത്ത് ഇതുപോലെ സെറ്റാ. ഇത് 15 രൂപ. ഇത് വാങ്ങിയടിച്ചാൽ 2 എടുത്തോ. ഇത് 10 വേണ്ടേ മറ്റേത് ഇതെടുത്തോ. ക്വാളിറ്റി കുറച്ച് ക്വാളിറ്റി ആയിക്കോട്ടെ. വെറുതെ കൊണ്ടുപോയി അത് ആള് കറക്റ്റ് 2 സെപ്പറേറ്റ് 2 വേറെ കളർ എടുത്താളാ. അല്ല ഒരു ഐഡിയ അത് ടാക്ടിക്കൽ മൂവ് അല്ലാടാ. അങ്ങനെ നാടൻ 2 ചോപ്പർ എടുക്കാനുള്ള പ്ലാനാണ് കേട്ടോ. ഒന്ന് ഇതും ഒന്ന് മുന്തിരി കളറാ. മുന്തിരി നമ്മളേതായാലും സാധനം നോക്കുന്നുണ്ട് കേട്ടോ. 8 പീസ് ഫ്രിഡ്ജിഡ് കുക്ക് വെയർ സെറ്റ് 159. ഇതാണ് സാധനം ആച്ചി നോക്കിയാ. ഇത് എത്ര പീസ്? 8 പീസാ ഈ സാധനം. അതാ മറ്റേ അതിലുണ്ടായിരുന്നു ട്രെൻഡി ഗോൾഡ് സാധനം. ഓ കളറൊക്കെ പൊളി സാധനം. ഇത് 2 സെയിം തന്നെ അല്ലേ? ഇത് വേറെതിൻ്റെ ഓരോരാണല്ലോ അല്ലേ? അത് നോക്കിയാ ഇതെന്തെങ്ങനെയല്ലേ? ഇവിടെ വമ്പ ഷോപ്പിംഗ് ആണ്. നാടൻ്റെ നേതൃത്വത്തിൽ ഷോപ്പിംഗ് നടക്കുന്നത്. നാടൻ ഓരോന്ന് കാണിച്ചു. ഇവിടെ ഓഫറുണ്ട്, ഇതിന് ഓഫറുണ്ട്, അതിന് ഓഫറുണ്ട്, വാങ്ങിക്കോളെ. ഇപ്പം നാജി ഇത് നമ്മളെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണ്ട, അത് നമുക്ക് വേണം, ഇത് നമുക്ക് വേണ്ട. നാടൻ്റെ എല്ലാവിധ ഐഡിയകളും ഇവിടെ നടക്കുന്നുണ്ട് ഗൈസ്. നാടൻ പറയണ്ട, നാടൻ അഭിപ്രായങ്ങൾ ഉണ്ട് കേട്ടോ. നാടൻ ശരിയായ ദുബായിക്കാരല്ല. അപ്പോൾ ഓന് ഇവിടുത്തെ ഓഫറുകളൊക്കെ അറിയാമെന്നാണ് പറഞ്ഞത്. സെറാമിക് നോക്കണോ? ഇതിൻ്റെ കൂടെ 2 സ്പൂൺ അല്ലേ? സെറാമിക് മോഡൽ ഇതൊറ്റ മോഡൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഗ്രാനൈറ്റ് മോഡലാണ്. ഇത് മാത്രമേ ഉള്ളൂ സെറാമിക്. 5 ലെയർ വരുന്നല്ലേ? നല്ല 5 ലെയർ ആകുമ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടാവും. സെറാമിക് എന്തായാലും കുറച്ച് ക്വാളിറ്റി ഉണ്ട്. ഗ്രാനൈറ്റിനാണ് കുറച്ചുകൂടി വേണ്ടിയിട്ടല്ലേ. അടുത്ത ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. മധുരത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. മധുരം എന്താ ഡയറ്റ് അല്ലേ ജി? നാജി ഡയറ്റ് അല്ലേ? ഒരു ദിവസം പ്രശ്നമില്ല. ഓക്കെ ഒരു ദിവസം ഓൾക്ക് സൗകര്യം ഉണ്ട്. അപ്പോൾ ഡയറ്റ് അല്ലെങ്കിൽ ഡയറ്റ് ഇല്ല. വാ ഇവിടുന്ന് പോവാ. ഇവിടെ വെക്കണ്ട വാ. നാട്ടിൽ ഇങ്ങനത്തെ ഡിസൈൻ ഉണ്ടല്ലേ? ഇതത്തിൻ്റെ അതെ സെയിം സാധനം ചെയ്തത്. ജി 2 മിനിറ്റ് നിന്നാൽ എനിക്ക് അവിടുന്ന് ഐസ്ക്രീം വേണ്ടേ വാങ്ങിത്തരാം. ഡെസേർട്ട് 2 മിനിറ്റ് ഫുള്ള് നിൽക്കണം കേട്ടോ. ടൈം വെക്കണം. സ്റ്റോപ്പ് വാച്ച് വെച്ചാലേ പറ്റുള്ളൂ. ഇല്ല 2 മിനിറ്റ് ഫുള്ള് നിൽക്കാം കേട്ടോ. ഇല്ല സ്റ്റോപ്പ് വാച്ച് വെക്കട്ടെ. ഇല്ല ഓക്കെ സ്റ്റാർട്ട്. മണ്ണ് നിറച്ചെടുക്ക്. 2 മിനിറ്റ് കേട്ടോ. 2 മിനിറ്റ് 2 മിനിറ്റ് 2 മിനിറ്റ് കേട്ടോ. 2 മിനിറ്റ് 20 സെക്കൻഡ് ആയിട്ടുള്ളൂ ഗൈസ്. 20 സെക്കൻഡ് കേട്ടോ. 20 സെക്കൻഡ് 30 സെക്കൻഡ് 2 മിനിറ്റ് നിൽക്കുന്ന പറഞ്ഞത്. കെട്ടണമെന്നൊന്നും പറയരുത്. ഇവിടെ
ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോരാ. ആ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോരാ. അത് കൈയെടുക്കരുത്. അത് കയ്യിന്ന് പോയി ചലഞ്ച് വിട്ട് വെറും 50 സെക്കൻഡ് മാത്രം. 50 സെക്കൻഡ് കൈ ചോന്നിന് ഓളിക്ക് 5 ആദ്യം ചോദിച്ചത് എനിക്ക് 5 മിനിറ്റ് നിന്നാണ്. 5-ന് 2-ന് നിന്ന് 1 മിനിറ്റ് ഫുള്ളായില്ല എന്നിട്ടാ ചലഞ്ച് നടന്ന്. ചലഞ്ച് എന്താ എനിക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടും. എങ്ങനെ ഇത് 2 മിനിറ്റ് കൈയിട്ട് നിൽക്കായി. 2 മിനിറ്റ് നിൽക്കോ? ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യില്ലേ അറിയ കയ്യില രാജിന്ന് ഓൾക്കുള്ള സാധനം ഓൾക്ക് ഡെസേർട്ട് 2 മിനിറ്റ് അല്ല അങ്ങനല്ല. ഈ ഹോളിൽ കൈയിടാ അവിടെ അങ്ങനെ ചിന്നു നമ്മളെ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു ഗൈസ്. അടുത്ത് ചിന്നു വെറും 2 മിനിറ്റ് കേട്ടോ. നാളെ സ്റ്റോപ്പ് വാച്ച് എടുക്ക് അറബിയ സ്റ്റോപ്പ് വാച്ച് എടുത്താ എനിക്ക് എന്താ വേണ്ടി പറയാതെയോ? ഓക്കെ 1.25 മിനിറ്റ് കഴിഞ്ഞിട്ട് നിർത്താം നമുക്ക്. കൈയെടുക്കരുത്. ചലഞ്ച് ഈസ് ഗോയിങ്. ചലഞ്ച് നടന്നുകൊണ്ടിരിക്കണം. നാടൻ കിടച്ച് എടുക്കുന്നതാണാ എടുക്ക് 20 സെക്കൻഡ് പിന്നിട്ടിരിക്കുന്നു. 20 സെക്കൻഡ് കയ്യതാ ചോന്നിന്. ഓള് 50 സെക്കൻഡ് ഉണ്ട്. വാശി 50 സെക്കൻഡ് നിന്നോള്. എത്ത് നല്ലത് ഐസ് ബ്ലഡ് കട്ടായിട്ട് ഞാൻ ഐസ് നന്നായിട്ട് വരണ്ട. എനിക്ക് വേണം ആയിക്കോട്ടെ ഞാൻ നിൽക്കാം. അല്ല ചർച്ചകൾ പുരോഗമിച്ചെടുക്കാണ്. ഷാജാൻ വീട്ടിലുള്ള സാധനമൊക്കെ വാങ്ങിട്ടോ. 100 റംസിന് സാധനം വാങ്ങി ഫുൾ സാധനം ലാഭമായി. അങ്ങനെ അവസാന ഘട്ടം ഷോപ്പിങ്ങിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. സമയം 11:21. ലാസ്റ്റ് ഷോപ്പിംഗാണ്. ഈ ഷോപ്പിംഗ് നടക്കുന്നത് വെച്ചാൽ ഫേസ് വാഷ്, സ്ക്രബ് കാര്യങ്ങളൊക്കെയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി നമ്മളെ വ്ളോഗ് ഇവിടെ അവസാനിക്കും ഗൈസ്. ബബ്ബുല് നോക്കുന്നുണ്ട്. ബബ്ബുല് ഫേസ് വാഷ് എടുക്കാനുള്ള പരിപാടിയിലാണ്. അസക്ക് എന്തൊക്കെ കിട്ടിയ സാ? കളർ പെൻസിലല്ലേ? അസക്ക് നിന്ന് വന്നിട്ട് കളർ പെൻസിൽ കിട്ടി. ഒരു ബ്രഷ്, ഒരു പല്ല് തേക്കാനുള്ള പേസ്റ്റും അല്ലേ? ഓക്കെ. ബബ്ബുല് ഫേസ് വാഷ് എടുക്കുന്നുണ്ട്. ബബ്ബുലിന് ഫേസ് വാഷ് എടുക്കുന്നത് ഗൈസ്. അനക്ക് ഫേസ് വാഷ് ഇഷ്ടമാണ്? അനക്ക് എന്താ വാങ്ങിയത്? സ്ലൈറ്റോ? ഈ LCDൻ്റെ അല്ലേ? ഡിജിറ്റലായിട്ട് എഴുതാൻ പറ്റിയ സ്ലൈറ്റ്. നമ്മളെ ഫുൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടോ. ഫുൾ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാണ്. ഏകദേശം 11:30 രാത്രി. അപ്പോൾ നമ്മളെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കാം കേട്ടോ. അതെ. നാടൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ലാസ്റ്റായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ നമ്മളെ വേണ്ട കൂടിയതാണ്. എത്ര രൂപ ബില്ലായത്? ഭക്ഷണം കഴിക്കാൻ പോകുന്നത് 200 ദിർഹംസിൻ്റെ ബില്ലായി സാധനം വാങ്ങാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കാണ് ഗൈസ്. ഒന്നും വാങ്ങാനില്ലാത്ത ലിസ്റ്റില്ലാത്ത സാധനങ്ങൾ. ലിസ്റ്റില്ലാത്ത അത്യാവശ്യമില്ലാത്ത സാധനങ്ങൾ. സ്ക്രബ്ബർ, പല്ലിയൊക്കെയുള്ള പേസ്റ്റ് അല്ലേ? കുടിച്ചാലുള്ള വെള്ളം. അങ്ങനെ ഏതായാലും ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കാണ്. അപ്പോൾ നമ്മളിതിന് മുമ്പിട്ടൊരു ബീച്ചിൽ പോയൊരു വ്ളോഗ് ഉണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.